വീട്ടിൽ ഉറങ്ങുന്നതിനിടെ പാമ്പുകടിയേറ്റ് മരിച്ച ആൽജോയുടെ സംസ്കാരം കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ നടന്നു. പാമ്പുകടിയേറ്റ് വെന്റിലേറ്ററിൽ കഴിയുന്ന സഹോദരൻ അനോഷിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. കുരുന്നുബാലന് യാത്രാമൊഴിയേകാൻ നാടൊന്നടങ്കമാണ് കോടാലിക്കടുത്തുള്ള കടമ്പോട് കാവുങ്ങൽ വീട്ടിലും വെള്ളിക്കുളങ്ങര കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലുമായി എത്തിയത്. കടമ്പോട് ALP സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന ആൽജോയെ അവസാനമായി ഒരു നോക്ക് കാണാനായി സഹപാഠികളും അധ്യാപകരും നിറമിഴികളോടെ എത്തി. സംസ്കാര ശുശ്രൂഷയിൽ കൊടുങ്ങ പള്ളി വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരി, ഫാദർ ജെയ്സൺ വടക്കുംചേരി, ഫാദർ ഡേവി കാവുങ്ങൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ആൽജോയുടെ പിതാവ് സിൽജോയും അമ്മ ജോൺസിയും നെഞ്ചുപൊട്ടി അലറിക്കരഞ്ഞത് കണ്ടുനിന്നവരുടെ കണ്ണു നനയിച്ചു. ശനിയാഴ്ച രാത്രി മാതാപിതാക്കളായ സിൽജോയ്ക്കും ജോൺസിക്കുമൊപ്പം ഉറങ്ങാൻ കിടന്ന ആൽജോയെയും സഹോദരൻ അനോഷിനെയും ഞായറാഴ്ച പുലർച്ചെ അവശനിലയിൽ കണ്ടതിനെ തുടർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. വൈകാതെ ആൽജോ മരിക്കുകയും ഗുരുതരാവസ്ഥയിലായ അനോഷിനെ കർഗുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. വെന്റിലേറ്ററിൽ കഴിയുന്ന അനോഷിന്റെ നിലയിൽ പുരോഗതിയുണ്ടെന്ന് ആശുപത്രി അധികൃതർ മെഡിക്കൽ ബുള്ളറ്റിനിൽ അറിയിച്ചു. അനോഷ് കണ്ണു തുറന്നുവെന്നും ബോധാവസ്ഥയിലാണെന്നും മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. TCV കൊടകര.